ജെമിനിയോട് ഒരു കാര്യം ചോദിക്കാൻ. നമ്മൾ ആശാന് ഭയങ്കര ഡൗട്ട്. ഹലോ, മലയാളത്തിൽ സംസാരിക്കാം. തീർച്ചയായും. നിങ്ങൾക്ക് എന്ത് സംശയമാണുള്ളത്? കേളടാ, നീയൊക്കെ എന്റെ വാക്ക് കേട്ടാ. സൂര്യയുടെ കറുപ്പ് എന്ന മൂവി ഇപ്പോഴത്തെ അഭിപ്രായം. അതെ, ഞാൻ കേട്ടു. സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയെ കുറിച്ചാണല്ലേ? ആ സിനിമയെ കുറിച്ച് ആളുകൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് കാണുന്നത്. ചിലർക്ക് സൂര്യയുടെ പ്രകടനവും പശ്ചാത്തല സംഗീതവും ഇഷ്ടപ്പെട്ടു. എന്നാൽ മറ്റു ചിലർക്ക് സിനിമയുടെ കഥ അത്ര പുതുമയുള്ളതായി തോന്നിയില്ല. തിരക്കഥയിലെ പോരായ്മകളെ കുറിച്ചും അമിതമായ ശബ്ദത്തെ കുറിച്ചും ഒക്കെ അമിതമായ ശബ്ദത്തെ കുറിച്ചല്ല ഞാൻ കേട്ടത്. ഒരുപാട് നല്ല കാര്യങ്ങളാണല്ലോ. ജെമിനി എന്നോട് കള്ളം പറയുവാണോ? അയ്യോ അല്ല, ഞാൻ അറിഞ്ഞ വിവരങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ട വിവരങ്ങളിൽ വ്യത്യാസമുണ്ടാവാം. നിങ്ങൾ കേട്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? എനിക്കും കൂടി അറിയാലോ. പടം നല്ല അടിപൊളിയാണെന്നും പടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുമാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണല്ലേ? അത് പുതിയൊരു അറിവാണല്ലോ. എന്താ ജെമിനി? അല്ല, നിങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ആലോചിക്കുകയായിരുന്നു. പടം അടിപൊളിയാണെന്നും പല കാര്യങ്ങളുണ്ടെന്നും കേട്ടല്ലോ. സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതെങ്കിലും ഉണ്ടോ? അല്ല, ജെമിനിയുടെ അഭിപ്രായത്തിൽ കറുപ്പ് എന്ന മൂവിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടില്ലേ? തീർച്ചയായും. സൂര്യയുടെ കറുപ്പ് മൂവിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. സൂര്യയുടെ പ്രകടനത്തെയും ഛായാഗ്രഹണത്തെയും സംഗീതത്തെയും കേട്ടാ? നേരത്തെ കങ്കുവാണ് കേട്ടത്. അയ്യോ, ജെമിനി പറഞ്ഞു. സോറി. സാരമില്ല, ഞാൻ മാറിപ്പോയതാണ്. കങ്കുവയെ കുറിച്ചും നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? ഇപ്പോൾ നേരത്തെ കങ്കുവയാണ് കുറിച്ചാണ് പറയുന്നത്. സൂര്യയുടെ അഭിനയം ഒരുപാട് പേരെ ആകർഷിച്ചു എന്നാണ് കാണുന്നത്. പടത്തിലെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി. നിങ്ങൾ എന്താണ് കേട്ട നല്ല കാര്യങ്ങൾ? അല്ല, ഞാൻ പടം കാണാൻ പോകുന്നതേ ഉള്ളൂ. ജെമിനിയുടെ അഭിപ്രായത്തിൽ പടത്തിന്റെ റിവ്യൂ വെച്ച് പടം കാണണോ വേണ്ടയോ? കാണണ്ട. നോക്കുമ്പോൾ പടം കാണുന്നത് നല്ലതായിരിക്കും.